ഇന്ന് നമ്മുടെ കിച്ചണിൽ ചക്കക്കുരു കൊണ്ട് നല്ലൊരു കറീനെ തയ്യാറാക്കുന്നുണ്ട്. ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ചക്കക്കുരൊക്കെ നല്ല വിറ്റാമിൻ ഉള്ളതാണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കറികൾ വെക്കാം. ഇത് നാടൻ കറി തന്നെയാണ്. ചക്കക്കുരു വറുത്തരച്ച കറി ചപ്പാത്തിക്കും ചോറിനും ഒക്കെ യോജിക്കണ ഒരു കറിയാണിത്. ഇപ്പൊ ചക്കയുടെ സീസണാണല്ലോ. അപ്പൊ ചക്കക്കുരു നല്ലോണം വിറ്റാമിൻ ഉള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ചക്കക്കുരു കൊണ്ട് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ചക്കക്കുരു കൊണ്ട് നല്ല ഇറച്ചിക്കറീനെ വെല്ലണ സൈസ്, അതായത് ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഈ ചക്കക്കുരു കൊണ്ട് ഒരു വറുത്തരച്ച് ഒരു കറി വയ്ക്കാം. ഓള കളയാം, എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ചോന്ന മുരി കളയേണ്ട കാര്യമില്ല. 1.5 കപ്പ് ഞാൻ ചക്കക്കുരു വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം. ചക്കക്കുരു നമ്മൾ നന്നാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നന്നാക്കി ചക്കക്കുരു നമ്മൾ കുക്കറിലിടാം. അത് നല്ല കഴുകി വൃത്തിയാക്കി ചുവന്ന മൊരിയൊന്നും കളയാണ്ടാണ് നമ്മൾ എടുത്തുള്ളത്. അതിന് ശേഷം അതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർക്കാം. ഒരു വലിയ സ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്, ഉപ്പ് പാകാവാനായിട്ട്. അതിനനുസരിച്ച് നമുക്ക് പിന്നീട് ഉപ്പ് കുറച്ചാൽ മതി. ഇത് മഞ്ഞളും ചേർത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് അടച്ച് വേവിച്ച് കൊണ്ടുവരാം. ഇതുപോലെ അങ്ങനെ ടൈറ്റ് ചെയ്ത് അടയ്ക്കാം. എന്നിട്ട് വിസിൽ വയ്ക്കാം. ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നാളികേരം വറുത്തരയ്ക്കാനായിട്ട് ഒരു ഇടത്തരം നാളികേരം എടുത്തിട്ടുണ്ട്, 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് ചേർക്കാം. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു തരി വെളിച്ചെണ്ണ ചേർക്കണില്ല. വെളിച്ചെണ്ണ ചേർക്കാണ്ടാണ് ഞാനിത് വറുത്ത് കോരിയെടുക്കുന്നത്. ആദ്യം ഒന്ന് ഹൈയിലിടുക, പിന്നെ സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് കോരണ്ടോ ഒക്കെയോ. പിന്നെ ഞാൻ ഒരു ബേ ലീഫ് ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു കറുവാപ്പട്ട, 2 ഗ്രാമ്പു, പിന്നെ 2 സ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് തീ കത്തിച്ച് ആദ്യം ഹൈയിലിടാം, പിന്നെ സിമ്മിലിട്ടിട്ട് വറുത്ത് കോരാം. ഈ ബേ ലീഫ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഹൈയിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മൊരിഞ്ഞു വരും. ഉറുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല കളറാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പൊടികൾ ചേർത്തിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പ്രഷർ കഴിയുമ്പോൾ എടുക്കാം. ഒട്ടും വെളിച്ചെണ്ണ ചേർക്കാണ്ടാണ് നമ്മളിതുപോലെ നാളികേരം വറുത്തെടുത്തത്. അതിന് എൻ്റെ ഒരു പ്രത്യേകത, തീരെ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതേക്ക് ഒരു കളറായി കണ്ടില്ലേ, ഒരു നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ ഉറുമ്പിൻ്റെ ഒരു കളർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്ക് വലിയ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഇളം ചൂട്ടോടെ മിക്സിയിൽ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ചെറിയ ചൂട് മതി ഒന്ന് പൊടിയാനായിട്ട്, വല്ലാണ്ട് തണുക്കരുത്. ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് വെള്ളം ചേർക്കാണ്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ ഫൈനായിട്ട് പൊടിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞോളും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ വേണം ഇത് താളിക്കാനായിട്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു സവോള അരിഞ്ഞതെടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ചുവന്നുള്ളി ഒരു 5 ചുവന്നുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം സവോള ഇടാം. ഇതിൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊന്ന് വഴറ്റി വരാം. വേപ്പില ചേർക്കാം. പിന്നെ നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം നുറുക്കിയതും ചേർക്കാം, ഒരു പുളിരസം കിട്ടാനായിട്ട്. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതാ കണ്ട, ഇതുപോലെ നല്ലോണം വെന്തുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കണം. ഇതൊരു സ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് ചേർക്കാം. ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്പൂൺ മസാലപ്പൊടി ചേർത്തത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ചേർക്കാം.
നമ്മൾ നാളികേരം വറുത്തരച്ച് പൊടിച്ചതും കൂടി ചേർത്ത് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് തിളച്ച് യോജിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നോമ്പുകാലമാണല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലെ ചക്കക്കുരു വെച്ച് തന്നെ ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ചക്കക്കുരുവിൽ തന്നെ അത്യാവശ്യം ഉപ്പിട്ട് വരുന്നതിലേക്ക് വേറെ ഇടേണ്ടി വന്നില്ല, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം വേണം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഇതൊന്ന് തിളച്ച് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി പാകമായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം തിളപ്പിച്ച് ചേർത്താലും മതി. അപ്പം നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ഒരു വറുത്തരച്ച് ചക്കക്കുരു കറി വെച്ചതിന് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്.